ഞാനിവിടെ വെച്ച് ചില തീരുമാനങ്ങൾ പറയുന്നു. പുതിയതായി തുടങ്ങിയ കമ്പനി അനസൂയ നോക്കട്ടെ. എല്ലാരെയും വിളിച്ചു കൂട്ടിയത് ചില കാര്യങ്ങൾ പറയാനാ. എന്താണ് ഈ കാര്യം? ഈ വീട്ടില് ചില അസ്വസ്ഥതകളും പുകച്ചിലും ഒക്കെ തുടങ്ങി. എല്ലാം കണ്ടിട്ടും പലപ്പോഴും ഞാൻ മൗനം പാലിച്ചു പോകാറുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ എന്നിലേക്ക് തന്നെ എന്റെ സങ്കടങ്ങളെ ചേർത്തു വെക്കുന്നതായിരുന്നു എന്റെ മൗനങ്ങളൊക്കെ. അത് വെറും ശൂന്യതയല്ല, പലതിന്റെയും നിശബ്ദമായ ഉത്തരങ്ങളായിരുന്നു. അളിയ, ഇത്രയും വലിയ സാഹിത്യമൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ 10ാം ക്ലാസ് പാസ്സായി പോയേനെ. ചിലപ്പോ ഞാനും കടിച്ചാ പൊട്ടാത്ത സാഹിത്യമൊക്കെ പറയും. അത് ഈ നാടകത്തിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചതാ അളിയ. കുഞ്ഞോളെ, അളിയൻ പറഞ്ഞത് വല്ലതും നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? മൗനത്തിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും. എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഇവിടെ പലർക്കും അറിയാം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കുക. ഈ ഭാഷയിലാണ് സംസാരമെങ്കിൽ ഞാനിവിടെ നിന്നാലും ഒന്നും മനസ്സിലാവൂല. എല്ലാം കഴിയുമ്പോ അതിന് രത്ന ചുരുക്കം ഒന്ന് പറയാന്നാ മതി. നിന്ന സ്ഥിതിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അളിയ, ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം കണ്ടെത്തണം. അപ്പോ ഇത്തരം നെറികേടുകളൊന്നും ഈ വീട്ടിൽ നടക്കാൻ പാടില്ല. അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. അതിനെ എല്ലാരും കൂടെ വിചാരിക്കണം. അച്ഛൻ ഇവിടെ ആവശ്യമില്ലാതെ പൂജ എടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതെങ്ങനാ? ജോലിക്കും കൂലിക്കും പോവാതെ വീട്ടിൽ തന്നെ അടയിരിക്കുമ്പോഴേ പലതും തോന്നും. നിർത്ത്. നീ ഇപ്പോ ആകാശത്തൂടി വിമാനം പറപ്പിക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണം എന്റെ മകൻ ജയരാമനാണ്. അത് മറക്കണ്ട. ഇനി ഞാനും എന്റെ കുടുംബവും വന്നതാണ് ഇവിടുത്തെ പ്രശ്നമൊക്കെ ഞങ്ങൾ അങ്ങ് വെക്കോളാം. നിലുവേ, അനസൂയെ, പെട്ടിയേക്കെടുത്ത് പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. വേണ്ട ഭദ്രേട്ട. ഭദ്രേട്ടൻ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല. ഇവിടുന്ന് പോയി തരേണ്ടത് വേറെ ഒരാളാ. ആ കരട് പുറത്തു പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ വെച്ച് ചില തീരുമാനങ്ങൾ പറയുന്നു. പുതിയതായി തുടങ്ങിയ കമ്പനി അനസൂയ നോക്കട്ടെ. ഞാൻ അവളെ അതിന്റെ ജനറൽ മാനേജറായി നിയമിക്കുന്നു. അമ്മേ, അത് ഇതെന്റെ തീരുമാനമാണ്. കമ്പനിയുടെ സിഇഒ ഇപ്പോഴും ഈ രമാദേവി തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല. മോളെ, പുതിയ ജോലിക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരെയും കാലി വീണ അനുഗ്രഹം വാങ്ങാം. ഞാൻ എന്റെ മോളെ ചൊല്ലും വിളിക്കോ പഠിപ്പിച്ചിട്ടുള്ളത്. അളിയൊന്നും കിട്ടി നീങ്ങുന്നേ. എന്റെ മോള് കാലൊടിച്ച് തൊഴട്ടെ. പാളിയ മോളെ കാലോട്ട് തൊഴുതേ. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങും. മുത്തശ്ശി, അമ്മായി നന്നായി വരും.
എങ്ങനെയുണ്ട് ദിലീപേ? ഭദ്രൻ ചുവടുറപ്പിച്ചു തുടങ്ങി. ഉം. ഇനിയാണ് ഭദ്രന്റെ താണ്ഡവം. താണ്ഡവാടുമ്പോ ആ ഐശ്വര്യയെ ഈ വീട്ടിൽ നിന്ന് മൂടോട് പിഴുതു മാറ്റി പകരം നമ്മുടെ മകൾ അനസൂയെ അർജുന്റെ ഭാര്യയാക്കിയിട്ട് ശിവതാണ്ഡവം കൂടി ആടണം. അവളെ ആ ഐശ്വര്യയെ ഞാൻ വട്ട പൂജയാക്കും. ബിഗ് സീറോ. ഫോർ അക്യൂസ്ഡ് യുവർ ഓണർ, പ്രതി എന്ന് സംശയിക്കുന്ന എന്റെ കക്ഷി ശിവദാസൻ തികച്ചും നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ചില നിർണായക തെളിവുകളാണ് എനിക്ക് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനുള്ളത്. ഇലവുദേശം കൊട്ടാരത്തിലെ പൂജാവേളയിലെ തീപിടുത്ത മരണങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു കൊലപാതക തന്ത്രമാണെന്ന് പോലീസ് എഫ്ഐആർ എഴുതിയത് തികച്ചും സത്യം തന്നെയാണ്. പക്ഷേ അത് ചെയ്തത് കൊട്ടാരത്തിലെ ആശ്രിതനായ ശിവദാസനാണെന്നുള്ള വാദം ശരിയല്ല. കോടതിക്ക് പ്രസ്താവനകളല്ല വേണ്ടത്, തെളിവുകളാണ്. എന്റെ കക്ഷി ശിവദാസന്റെ പേരിൽ ഇന്നുവരെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. വളരെ സ്വാത്വികനായ ഇദ്ദേഹം ഇങ്ങനെയൊരു ക്രൂരത ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ അഗ്നിബാധയ്ക്ക് കാരണമായി കണ്ടെത്തിയത് വൈറ്റ് ഫോസ്ഫറസിന്റെ സാന്നിധ്യമാണ്. വൈറ്റ് ഫോസ്ഫറസ് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വയം ആളിക്കത്തുന്നൊരു പദാർത്ഥമാണ്. വെള്ളത്തിൽ മാത്രം സൂക്ഷിക്കുന്ന ഫോസ്ഫറസ് പുറത്തെടുത്ത് കത്തിച്ചാൽ ആ തീ അണയ്ക്കാൻ വളരെ പ്രയാസമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാവുന്ന കാര്യമാണ്. അന്തരീക്ഷ താപനില ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് മതി ഇത് ആളിക്കത്താൻ. ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥ 40 ഡിഗ്രി വരെ പോകുന്ന കാര്യം കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഫോസ്ഫറസിന്റെ സാന്നിധ്യം തന്നെയാണ് മരണത്തിന്റെ കാരണമെന്ന് നമുക്ക് ഉറപ്പിക്കാം.